പിന്നെ യാത്രയിലെ ഭക്ഷണം, അത് പിള്ളേർ കംഫർട്ടബിൾ ആവുന്നില്ലെങ്കിൽ ആരാന്നറിയോ കുറ്റക്കാർ? നമ്മൾ തന്നെയാണ്. നമ്മൾ ആദ്യം മുതലേ ശീലിപ്പിക്കേണ്ടത് നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണം തന്നെ അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇഡ്ഡലി, ദോശ അതൊക്കെ കിട്ടാത്ത സ്ഥലമുണ്ടോ? നമ്മൾ കേരളത്തിലല്ല, നമ്മൾ ഇന്ത്യയിൽ എവിടെ പോയാലും നമുക്ക് ഇഡ്ഡലിയും ദോശയും കിട്ടും. അപ്പോൾ അത് പിള്ളേർ കഴിച്ച് ശീലിച്ച് അവർക്കത് കൊടുക്കാമേ. ചോറ്, ചപ്പാത്തി ഇതൊക്കെ കിട്ടാത്ത സ്ഥലമില്ല ഇന്ത്യയിൽ. അതുകൊണ്ട് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ അടുത്തടുത്ത സ്ഥലത്ത് പോയാലും പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ദൂരെയുള്ള സ്ഥലങ്ങൾ പോകണമെന്നുള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണം തന്നെ അവർക്ക് കൊടുത്ത് ശീലിച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും നമുക്കതൊരു ടെൻഷൻ ആവത്തേ ഇല്ല. അതേസമയം മിക്സിയിൽ അടിച്ചു കൊടുത്താലോ എവിടെ പോയാലും നമ്മൾ മിക്സിയും കൊണ്ട് പോകേണ്ടി വരും. അല്ലെങ്കിൽ അടുക്കള കയറി നമ്മൾ റിസോർട്ടിൻ്റെയൊക്കെ അടുക്കള കയറി മിക്സിക്കകത്തിട്ട് അടിക്കേണ്ടി വരും. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു ഇഷ്യൂ എന്താ, നമുക്ക് ഈ മീൽസ് മുഴുവൻ സമയം അവൈലബിൾ ആവില്ല. വീട്ടിലാണെങ്കിൽ അവർക്ക് വിശക്കുന്ന ഒരു സമയമുണ്ട്, ആ സമയത്ത് നമുക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ സ്ഥലം മാറുമ്പോൾ അവരുടെ വിശപ്പിൻ്റെ സമയവും ഉറക്കത്തിൻ്റെ സമയവും എല്ലാം മാറുമേ. അപ്പോൾ ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ അവർ പറഞ്ഞേക്കുന്ന 7 to 10 ആണെങ്കിൽ ആ സമയത്ത് അവരൊന്നും കഴിച്ചില്ലെന്ന് വരും. 10-15 ആകുമ്പം പെട്ടെന്ന് വിശക്കും. നമ്മുടെ പിള്ളേരല്ലേ, നമുക്ക് അറിഞ്ഞൂടെ അവരുടെ സ്വഭാവം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു ടിഫിൻ ബോക്സ് നമ്മൾ കൈ കരുതണം. അതിനകത്ത് നമ്മൾ ഈ ബുഫേ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇവർ കഴിച്ചില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇഡ്ഡലിയോ ഒരു ദോശയോ ഒരു അപ്പോ അല്ലെങ്കിൽ 2 കഷ്ണം ബ്രെഡോ കട്ട് ഫ്രൂട്ട്സോ എന്താണ് കുഞ്ഞിന് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് നമ്മൾ കൈ കരുതുക. എന്നിട്ട് ഇവർ വിശക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് കാറിലാണെങ്കിൽ കാറിൽ, ബസ്സിലാണെങ്കിൽ ബസ്സിൽ, ട്രെയിനിലാണെങ്കിൽ ട്രെയിനിലിരുന്നങ്ങ് കൊടുക്കുക. അപ്പോൾ അത് കഴിച്ചോളും. സ്നാക്സ് നമ്മൾ കരുതണം, പക്ഷേ നമ്മൾ ഈ ഇങ്ങനൊരു ഒരു സ്ക്വയർ മീൽ നമ്മൾ കൈ കരുതണം. അല്ലെങ്കിൽ ഈ സ്നാക്സ് മാത്രം കഴിച്ച് കുഞ്ഞുങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട എനർജി ഒന്നും കിട്ടില്ല. പിന്നെ ചിലപ്പം ഫില്ലായില്ലെങ്കിൽ അവർ ക്രാങ്കി ആവും. അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും. അതുകൊണ്ട് ഈ ടിഫിൻ ബോക്സ് വളരെ നിർബന്ധം. ഒരു കുപ്പി ബോട്ടിൽ വാട്ടർ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം. ഒരു ചെറിയ ബാഗ് കൈ കരുതണം. അതിനകത്ത് തോർത്ത് പോലെ ഒരു ടവൽ പോലെ എന്തെങ്കിലും വാട്ടർ, പിന്നെ അത്യാവശ്യം സ്നാക്സ്, ഒരു ചേഞ്ച് ഓഫ് ക്ലോത്ത്സ് എല്ലാം നമ്മൾ കൈ കരുതണം. ഡയപ്പർ വേണമെങ്കിൽ ഡയപ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൈ കരുതണം. ഒരു വെറ്റ് ടിഷ്യൂ, അതൊക്കെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ അറിയാമല്ലോ. അതൊക്കെ നമ്മൾ എന്തായാലും യാത്ര പോകുമ്പോഴും കൈ കരുതണം. അത് പെട്ടെന്ന് എടുക്കാവുന്ന ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ഷോൾഡർ ബാഗിലോ വല്ലതും കൈ കരുതിക്കൊണ്ട് നടക്കണം. ഇത് കുഞ്ഞുങ്ങൾ വലുതാകുമ്പോണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആ ഷോൾഡർ ബാഗ് എടുത്ത് അവരുടെ തോളത്തോട്ടിട്ട് കൊടുക്കണം. അവർ അതങ്ങ് ശീലിച്ചോളൂ. അതുകൊണ്ട് അവരുടെ ഒരു പാർട്ട് അവർ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ മതി. ആ ലഗേജ് നമ്മൾ വേറെ ലഗേജ് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവരതുകൂടെ ശീലിച്ചോളൂ.